ദാ ആ മൂപ്പരുണ്ടല്ലോ, അങ്ങേരാണ് കഥയിലെ ഇന്നത്തെ താരം. ഇപ്പൊ രാത്രി 8 മണി ആയെങ്കിലും പുറത്തിറങ്ങാൻ പുള്ളിക്കാരൻ തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതൊരു വേറെ വൈബാണ്. എന്നാ നമുക്കൊന്ന് നടന്നിട്ട് വന്നാലോ? തനുചേച്ചി സൈക്കിൾ എടുത്തപ്പോ നയലു ഓടി സ്കൂട്ടറിൽ കയറി. പിന്നെ അവൻ അതിൽ ഇറങ്ങിയിട്ടേയില്ല. സനിച്ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇന്ന് നമ്മുടെ കൂടെ ഇഷു ബേബി വരുന്നുണ്ട് ട്ടോ. ഇഷു ബേബിക്ക് ഒരു സൺബാത്ത് ആയിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. ഇഷു വന്നപ്പോ നയലു ഒഫീഷ്യലി ഒരു ചേട്ടനായി. എത്ര പെട്ടെന്നല്ലേ പിള്ളേര് വലുതാവുന്നേ. നെക്സ്റ്റ് ഇയർ നയലു സ്കൂളിൽ പോവും. അമ്മേ, ആലോചിക്കാനേ വയ്യ, ടെൻഷൻ ആവുന്നു. നയലുവിനെ ഇത് പഠിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള മട്ടിലാണ് ഡാഡ. തനിച്ചേച്ചി ആവട്ടെ ഹൈ റേഞ്ച് ഡ്രൈവറും. ഈ വഴിക്കൊന്നും അവളെ കാണുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും നയലുവിന് തനുവിന്റെ അടുത്തെത്താൻ പറ്റുന്നില്ല. പലപ്പോഴും തോന്നും, തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മെ റിലാക്സ് ആക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള നിമിഷങ്ങളാണ്. വീട്ടുകാരെയൊക്കെ പിരിഞ്ഞ് വേറെ രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ അവരെക്കാളും കരുതലുള്ള കൂട്ടുകാരെ കിട്ടുന്നത് ദൈവഭാഗ്യമാണ്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, നൈല് ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. അവനെ ഞങ്ങളെക്കാളും കരുതലും സ്നേഹവും കൊടുത്താണ് ഇവരൊക്കെ നോക്കുന്നത്. ഒരിക്കലും പറയാതെ പോകുന്ന ആകാശം പക്ഷേ ദിവസവും നമ്മെ നോക്കി ഒരു കഥ പറയുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ കഥകൾ നക്ഷത്രങ്ങളോടാവും. അത് നമുക്ക് കേൾക്കാം. വൈകുന്നേരം വരുമ്പോൾ ആകാശം കുറെ ഓർമ്മകൾ കൊണ്ട് നിറയുന്നു. നാളെ ആരെല്ലാം ഒരുമിച്ചിരിക്കുമെന്നറിയില്ല. പക്ഷേ ഇന്നത്തെ ഓർമ്മയിൽ ഒരായുസ്സ് മുഴുവനും ഞാൻ നടക്കും. ഇന്ന് ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. തനു, ഇഷു, നയലും ഒക്കെ കുറേ എൻജോയ് ചെയ്തു. നമ്മുടെയൊക്കെ തന്നെയാണെങ്കിലും മനസ്സും ശരീരവും ഒക്കെ ഒത്തിരി റിലാക്സായി. കുറേ കാര്യങ്ങൾ സംസാരിച്ച്, കുറേ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്ത്, തമാശകളൊക്കെ പറഞ്ഞ്, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി.